നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ബേസിൽ പീഡിക ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളെ ആദരിക്കുന്ന സ്നേഹാദരം ചടങ്ങ് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ രാജു കാട്ടുപുരം ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവുമാണെന്ന് പ്രമുഖ എഴുത്തുകാരൻ രാജു കാട്ടുപുരം അഭിപ്രായപ്പെട്ടു. ഒരു കാലത്തിന്റെ സങ്കടങ്ങളെ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്തവരാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ. ബേസിൽ പീഡിക ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളെ ആദരിക്കുന്ന സ്നേഹാദരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഒരിക്കലും പ്രായമുള്ളവർക്ക് വേണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജീവിതത്തിൻ്റെ ഒരുപാട് കടൽ താണ്ടി വന്ന, ഒരുപക്ഷെ ഈ കഴിഞ്ഞ 100 വർഷം കേരളത്തിൻ്റെ സാംസ്കാരികവും കേരളത്തിൻ്റെ ജീവിത ശൈലിയൊക്കെ രൂപപ്പെട്ടു വന്ന കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാലമാണ് കടന്നു വന്നത്. വിശപ്പിൻ്റെ ഒരു കാലം, ദാരിദ്ര്യത്തിൻ്റെ കാലം, കൊച്ചു കൊച്ചു വീടുകളിൽ വലിയ കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന കാലം. അതൊക്കെ മാറി ഇന്ന് ഒരുപക്ഷെ സമൃദ്ധിയുടെയും കുറേയേറെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിയ സാമൂഹ്യ പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വായനശാലയുടെ നേതൃത്വത്തിൽ 17 വയോജനങ്ങളെ ആദരിച്ചു. അതോടൊപ്പം LSS USS ജേതാക്കളെയും വിജയം നേടിയ SSLC വിജയികളെയും അനുമോദിച്ചു. ഡോക്ടർ TK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ വായനശാലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂടെയുള്ള വയോജനങ്ങളെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും. ഇവരെയൊക്കെ ഒന്നിച്ച് ആദരിക്കണമെന്നൊരു തീരുമാനം വായനശാലയുടെ കമ്മിറ്റി കൈക്കൊള്ളുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SSLCയുടെ റിസൾട്ട് വന്ന് SSLCക്ക് മികച്ച വിജയം നേടിയ നമ്മുടെ പ്രദേശത്തെ കുഞ്ഞുമക്കൾ, LSS USS പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർ, അവരെയൊക്കെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് വായനശാല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സിന്ധു M സ്വാഗതവും മനോജ് നാമത്ത് നന്ദിയും പറഞ്ഞു. അജയൻ ഗാനാഞ്ജലിയുടെ നേതൃത്വത്തിൽ പഴയ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധിയും അരങ്ങേറി. സമഗ്ര ന്യൂസ്, പാനൂർ.